ചുവന്ന കൊടി കാരണം നമ്മുടെ സംസ്ഥാനത്തിന് ഒത്തിരി നഷ്ടം വന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നപ്പോൾ അച്യുതാനന്ദൻ പറഞ്ഞത് സായിപ്പിന് വന്ന് വ്യഭിചരിച്ചു പോകാൻ ഇവിടെ രണ്ടാമത് എയർപോർട്ട് വേണ്ടെന്ന് അയാൾ പറഞ്ഞു. കമ്പ്യൂട്ടർ വന്നപ്പം ട്രാക്ടർ സമരം ചെയ്തു. കോയിത്തന്ത്രം വന്നപ്പം സമരം ചെയ്തു. 2001 ഹൈവേ കന്യാകുമാരിയിൽ നിന്ന് കാസർഗോഡ് വരേണ്ടതാ. അപ്പൊ അച്യുതാനന്ദൻ പറഞ്ഞു കേരളത്തെ രണ്ടായിട്ട് മുറിക്കും. ഓട്ടോറിക്ഷയെ നടഞ്ഞ ശ്രീനിധന് ഇപ്പോൾ റേഞ്ച് റോവറെ നടക്കുന്നത്. എവിടുന്ന പൈസ? ഞങ്ങൾ മൊത്തത്തിൽ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഒരു മാറ്റം. അത് ലാഭമാണ് നഷ്ടമാണെന്നുള്ളതൊന്നും ജനങ്ങൾ നോക്കുന്നില്ല. ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇതിൽ മോശമായിട്ടായിരിക്കും അടുത്ത ഭരണം ഇവിടെ എന്തായാലും UDF കൊണ്ടുവരും. പാർട്ടിന്റെ ഇപ്പോഴത്തെ നിലപാടിൽ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. സൂപ്പറാണ്. അതിലെ കമന്റ് ഒരു അടിമയാന്നൊക്കെ അടിമയാണ്. തീർച്ചയായ ഭരണത്തിൽ നിന്ന് മാറ്റങ്ങൾ നല്ലതാണെന്നാണ്. ഇപ്പോഴുള്ള സർക്കാരിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നല്ല രീതിയിൽ അഴിമതി ഉണ്ട്. ഒരു പ്രൊജക്ട് പോലും കംപ്ലീറ്റ് ആക്കില്ല. വിദ്യാഭ്യാസ മന്ത്രിക്ക് 10 എത്ര മാർക്ക് കൊടുക്കും? 10 4. നമസ്കാരം. അങ്ങനെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായിട്ടുള്ള നമ്മുടെ യാത്ര കോഴിക്കോട് ജില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ്. കോഴിക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, കൽവില് തേനൊഴുകണ മനുഷ്യരുള്ള കോഴിക്കോടാണ്. നല്ല വൈബ് ഫുഡും നല്ല വൈബ് മനുഷ്യരുള്ള കോഴിക്കോടാണ്. തീർച്ചയായിട്ടും അത്രയും എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് കോഴിക്കോട്. അതുപോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായി ശക്തമായ മത്സരങ്ങൾ നടക്കുന്നുണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പില്. അപ്പൊ നമ്മൾ ഇപ്പോഴുള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. അതെ, കോഴിക്കോട് ബീച്ചിലെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകളും സായാഹ്നങ്ങൾ ചിലവഴിക്കാൻ എത്തുന്ന ഒരു ഇടമാണ്. അപ്പോൾ നമുക്ക് ഇവരോട് എല്ലാവരോടും അവരവരുടെ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിക്കാം. കോഴിക്കോടിനൊരു പൾസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ബാക്കി കാര്യങ്ങൾ ഇനി ജനങ്ങൾ പറയട്ടെ. ചുവന്ന കൊടി കാരണം നമ്മുടെ സംസ്ഥാനത്തിന് ഒത്തിരി നഷ്ടം വന്നു. ഒരു ബിസിനസ് പോലും വരുന്നില്ല. ചെന്നൈയിൽ ആ സ്റ്റേറ്റ് ഏതാ? തമിഴ്നാട് 15 കാർ ഫാക്ടറി വന്നു. നമുക്ക് എത്ര എണ്ണം കിട്ടി? സീറോ. ഒരു ഇൻകവും ഇല്ല. ഇവർ കാറൊക്കെ കയറി കാസർഗോഡ് പോയിട്ട് തിരുവനന്തപുരം വരെ വായ അടിച്ചൊരു കാര്യമില്ല. ആർക്കെങ്കിലും ഒരു ജോലി കൊടുത്തോ? ഇല്ല. കരുണാകരൻ പെൻഷൻ കൊടുത്തു, കിറ്റ് കൊടുത്തു എന്നൊക്കെ. ഇത് ഇതിന്റെ പൈസ അല്ലേ, ഗവൺമെന്റിന്റെ പൈസ അല്ലേ? അത് കൊടുത്തത് അതും 7 രൂപയുടെ സഞ്ചിക്ക് 700 ചാർജ് ചെയ്തേ. മദ്രാസിൽ പോയി സഞ്ചി കഴിച്ച് 50 രൂപയ്ക്ക്, ഇവിടെ 700 ചാർജ് ചെയ്തു. ഞാൻ ഉള്ള സത്യമല്ലേ പറഞ്ഞത്. എനിക്കിവിടെ വിരോധം ഉണ്ടെങ്കിൽ ചീത്ത പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഞാൻ സത്യാവസ്ഥയെ വാച്ച് ചെയ്യുന്ന ആളാണ്. കാര്യം ഞാൻ നാളെ അങ്ങ് പോകും. എന്നാലും പിന്നെ വേറെ കാര്യം, ഞാൻ പല കാര്യങ്ങളും ഇവിടുത്തെ ഓരോ കേരളത്തിൻ്റെ വരുമാനത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എങ്ങനെ ജോലി കിട്ടാത്ത നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നപ്പോൾ അച്യുതാനന്ദൻ പറഞ്ഞത് സായിപ്പിന് വന്ന് വ്യഭിചരിച്ചു പോകാൻ ഇവിടെ രണ്ടാമത് എയർപോർട്ട് വേണ്ടെന്ന് അയാൾ പറഞ്ഞു. ഇപ്പോൾ മനോരമ കിടപ്പുണ്ട്, നിങ്ങൾ വായിച്ചേക്കാണ്. ഞാൻ പറഞ്ഞ അല്ലായുടെ വാക്ക് തന്നെയാണ്. കൂടംകുളത്ത് ഫാക്ടറി എന്തോന്ന് കറണ്ടിൻ്റെ ഇത് വന്നപ്പം പുള്ളി സമരം ചെയ്യാൻ പോയ ആളാ. കമ്പ്യൂട്ടർ വന്നപ്പം ട്രാക്ടർ സമരം ചെയ്തു. കോയിത്തന്ത്രം വന്നപ്പം സമരം ചെയ്തു. എന്തിനാ സമരം ചെയ്യാത്തത്? ഹൈവേ 2001 ഹൈവേ കന്യാകുമാരിയിൽ നിന്ന് കാസർഗോഡ് വരേണ്ടതാ. അപ്പോൾ അച്യുതാനന്ദൻ പറഞ്ഞു കേരളത്തെ രണ്ടായിട്ട് മുറിക്കുമെന്ന്, ഇവിടെ ഹൈവേ വേണ്ടാന്ന്. ഇപ്പൊ ഈ ഹൈവേ ഉണ്ടാക്കിയത് മൊത്തം സംസ്ഥാന സർക്കാരാണോ പറയുന്നത്? കേക്ക്, അത് BJP പൈസ മുടക്കിയതാ. ഇവര് അത് ഉദ്ഘാടനം ചെയ്യുന്നേ ഉള്ളൂ. ഞാനവിടെ സത്യാവസ്ഥ പറഞ്ഞു, ആരോടും വിരോധമൊന്നുമില്ല. പക്ഷേ ഇത് നടന്ന സംഭവം ഒരു ഇത് മതിയുള്ളൂ. നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന വരുമാനങ്ങളും തൊഴിലവസരങ്ങളും നഷ്ടമായതല്ലാതെ ഒരു പ്രയോജനം കഴിഞ്ഞ 10 വർഷമായിട്ടോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടായിട്ടില്ല. ഞാൻ ഇത് വെസ്റ്റ് ബംഗാളിലൊന്ന് പോയായിരുന്നു, ഒരു മെഡിക്കൽ ക്യാമ്പിന് പോയത്, അവിടുത്തെ പാവങ്ങളെ സഹായിക്കാൻ. ഇവരുടെ ഭരണമായിരുന്നു. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് 33 വർഷം ഭരിച്ച് മുടിപ്പിച്ചൊരു രാജ്യമാണ് അത്. അവിടുത്തെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന ഒരു നേരമാണ്. അത്രയ്ക്ക് സങ്കടമാണ്. ഇവരിവിടെ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യത്തില്ല. എങ്ങനെ മാറും കേരളം മാറണം. ഒന്ന് കമ്മ്യൂണിസ്റ്റ് മാറണം, വൈഫ് ഔട്ട് ആണോ, എന്നാലേ കമ്പനികൾ വരും, പുതിയ ഫാക്ടറി വരും, പുതിയ മാനുഫാക്ചറിങ് സെക്ഷനുകൾ വരും, ഇൻകങ്ങൾ. ജപ്പാൻകാരും ഇവിടെ കൊണ്ട് കാറ് നടക്കും. അവൻ്റെ $1 മില്യൺ കണക്ക് രൂപ മുടക്കുന്ന ഇതാ. അതിവിടെ വന്ന് സമരം ചെയ്ത് അടപ്പിക്കാൻ പറ്റുമോ? ആഴ്ചയിൽ അല്ല, ഒരു വർഷത്തിൽ 8 മാസം മഴയുള്ള രാജ്യമാണ് സംസ്ഥാനം. നമ്മുടെ കൊക്കക്കോളയും പെപ്സി എന്ത് ചെയ്യും? വെള്ളമില്ലെന്ന് പറഞ്ഞ് അടപ്പിച്ചു. ഇത് ഞാൻ പറഞ്ഞത് ഒരു സത്യാവസ്ഥ നടക്കുന്നത്. കേരളത്തിന് ഭയങ്കര സ്കോപ്പുള്ള ഒരു സംസ്ഥാനമാണ് അല്ലേ? അതെ, പക്ഷെ അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമുക്ക് എത്ര നല്ല സീ പോർട്ടുകളുണ്ട്, കാറുണ്ടാക്കിയാൽ കയറ്റി വിടാൻ നല്ല സൗകര്യങ്ങളുള്ള സംസ്ഥാനമാണ്. പക്ഷെ എന്ത് കിട്ടി നമുക്കിവിടെ? ഇല്ല. വരുമാനം നമുക്ക് ഒരു വെളിയിലുള്ള ഫോറിൻ രാജ്യങ്ങളിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ കേരളത്തിൽ വരത്തില്ല. അവർ പേടിയാ. എന്തിനാ റിസ്ക് എടുക്കുന്നത്? എന്തിനാ ഗിറ്റസ് ബാബു കർണാടകയിൽ പോയെ? അല്ലെങ്കിൽ വീഗാലാൻഡിലെ പുള്ളി എന്തിനാ UP പോകുന്നത്? അവർക്കറിയാം അവർ മുടക്കുന്ന മില്യൺസിന് തിരിച്ച് കിട്ടത്തില്ല. ഇവിടെ സമരവും കൊടിയുമാ.
അതുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കേരളത്തില് പിണറായി വിജയൻ 10 വർഷമായി, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി 11 വർഷമാകുന്നു. അതെ, എങ്ങനെയാണ് കേന്ദ്രത്തിലെ ഭരണത്തെ എങ്ങനെയാണ്? കേന്ദ്രത്തിന് എനിക്ക് ഇഷ്ടമാണ് പുള്ളി. അങ്ങനെ വർഗീയത ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി, അല്ലെങ്കിൽ ദേ ആർ ഫൈൻ. എക്കോണമിക്കലി അവർ നല്ല രാജ്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെങ്കിൽ വർഗീയത ഉയർത്തിക്കാട്ടില്ല, എല്ലാവരും ഒരുപോലെ സ്നേഹിക്കണം. അങ്ങനെയാണെങ്കിൽ നല്ലതാണ്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ BJP ചെയ്യുന്നുണ്ട്. അത് 100% നല്ലതാ. അത് റെക്കമെൻഡ് ചെയ്യുന്നു, അല്ലാണ്ട് ചെയ്തോട്ടെ. നമ്മൾ ഭാരതം വികസിച്ചിട്ടുണ്ട് 100%. ഒത്തിരി 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 വികസിച്ചിട്ടുണ്ട്. പഴയ ലെവലിൽ നിന്ന് നമ്മൾ ഒത്തിരി മുമ്പിലായി. കഴിഞ്ഞ 10 വർഷമായിട്ട് ഓട്ടോറിക്ഷയെ നടഞ്ഞ ശ്രീനിധൻ ഇപ്പോൾ റേഞ്ച് റോവറെ നടക്കുന്നത്. എവിടുന്നാ പൈസ? ഓട്ടോറിക്ഷ നടന്ന പുള്ളി റേഞ്ച് റോവറൊക്കെ ആണെങ്കിൽ അതിന് 2 കോടി രൂപ വിലയുണ്ട്. എങ്ങനെ അതായി അത്? അപ്പോൾ അവർ കുറച്ച് പേര് പണക്കാരായി. സാധുക്കൾ ഇന്ന് സാധുക്കൾ അവങ്ങളുടെ പാർട്ടിയാണ്. പക്ഷേ അപ്പോൾ അവർക്ക് പശ ഒട്ടിക്കാനും ഒരാളെ എപ്പോഴും വേണം. അവരുടെ കുഞ്ഞുങ്ങൾ വെളിയിൽ പോകരുത്. അവരിങ്ങനെ എപ്പോഴും നമ്മുടെ സറൗണ്ടിൽ നിൽക്കണം. അവർക്ക് ഹിങ്കിലോ വിളിക്കാൻ ഒരാളെ വേണം. അതെന്ത് ചെയ്യും? കിറ്റ് കൊടുത്തും ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തും ചാകല്ല. കാര്യം വോട്ട് വേണ്ടായോ? അതിനുവേണ്ടി അവരെ കീപ്പ് ചെയ്യും. അതാണ് നടക്കുന്നത്. ഒരു പക്ഷം പണക്കാരായിട്ട് ഉയർന്നു വരുന്നു, മറ്റൊരു സാധുക്കളൊന്നും ഒരേ ലെവലിൽ പോകുന്നു, ഒരു ഉയർച്ചയുമില്ലാതെ. അങ്ങനെ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരു 60% ആൾക്കാരും ബിലോ താമസിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഒരു വികസനം നടന്നിട്ടില്ല. നമ്മളിങ്ങനെ നടക്കുന്ന ആക്ച്വലി ഇതൊക്കെ ഫോറിൻ മണി കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ജനങ്ങളെല്ലാം ഇവരുടെ എല്ലാം ഹസ്ബൻഡോ അപ്പനോ ഇവിടെ ഗൾഫിലുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ്സുകളെല്ലാം റൺ ചെയ്യുന്നത്. അല്ല ഇവിടുത്തെ കേരളത്തിലെ പൈസ കൊണ്ടല്ല, മുഴുവൻ ഫോറിൻ മണിയാണ്. പക്ഷെ നമുക്ക് ഈ പൈസ നമുക്ക് നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മുടെ കുട്ടികളൊക്കെ 100% പറ്റും. അത് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കുട്ടികൾ 12 കഴിയുമ്പോഴേ ഒരു വിസ പുറത്ത് പോകുന്നത്. ചാൻസ് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇതൊരു മിനി ദുബൈ ആകേണ്ടതാണ്. മിനി ദുബൈ അത്രയ്ക്ക് സൗകര്യമുള്ള ഒരു സ്റ്റേറ്റ് ആയത്. നമ്മുടെ ആരോഗ്യരംഗത്തെ പറ്റി എന്താ അഭിപ്രായം? 0. ഇത് കേൾക്കുക, അമേരിക്കയിൽ ഞങ്ങൾ ഡോക്ടേഴ്സ് ഒത്തിരി പേര്, ഞാൻ ഡോക്ടറല്ല, ഞാൻ പറഞ്ഞത് അവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാം കൂടെ തീരുമാനിച്ച് മൂന്നാറിലൊരു ജോൺ ഹോപ്കിൻസ് എന്ന് പറഞ്ഞ ഒരു സർവകലാശാല തുടങ്ങാൻ തീരുമാനിച്ചു. അവർ കംപ്ലീറ്റ് ഫണ്ട് മുടക്കും. 1200 പേർക്ക് റെഗുലർ സ്ട്രേറ്റ് ജോബ് കൊടുക്കും. ഒരു പൈസ പോലും കേരള ഗവൺമെൻറ് കൊടുക്കേണ്ട, പൈസയും വേണ്ട, ഫണ്ടും വേണ്ട. അവരെല്ലാം അവിടെ ആ ഹോപ്കിൻ യൂണിവേഴ്സിറ്റി സ്പെൻഡ് ചെയ്തോളും. കൊടുക്കും, ലാൻഡ് കൊടുത്താൽ മതി. കൊടുത്തില്ല. ഇവർ പറയാനറിയാമോ? അമേരിക്ക എന്തോ ഇവർ പറഞ്ഞൊരു വേടുണ്ട്. അവിടുന്ന് അവരിവിടുത്തെ നമ്മളെ ഈ സീക്രട്ട് കണ്ടുപിടിക്കാൻ എന്നു പറഞ്ഞ് വേറെ വേടാണ് അവർ ഉപയോഗിച്ചേക്കുന്നത് പറഞ്ഞത്. സ്ഥലം കൊടുത്തില്ല. അവിടുത്തെ ഡോക്ടേഴ്സ് ഒത്തിരി പരിശ്രമിച്ച് ആ യൂണിവേഴ്സിറ്റി ഇവിടെ കൊണ്ടുവരാൻ തീരുമാനിച്ച് അവസാനം ഇവർക്ക് ലാൻഡ് കൊടുക്കാഞ്ഞുകൊണ്ട് അവരപ്പോൾ സിംഗപ്പൂരിൽ പോയി നട്ടു. $1 ബില്യൺ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അത് ഫ്രീ ആയിട്ട് തന്നാ. അമേരിക്ക വിരോധപ്പെട്ടൊന്ന് പിണറായി വിജയൻ ചികിത്സയ്ക്ക് അങ്ങോട്ടാണ് വരുന്നത്. പറയുന്നതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. 1000കണക്കിന് ജോലി കൊടുക്കാവുന്ന ആൾക്കാരൊക്കെ ഉള്ള ചാൻസുകൾ നഷ്ടപ്പെടുത്തി. നമുക്ക് ഈസിയായിട്ട് കിട്ടാമായിരുന്നേ, ഒരു പെനി പോലും ചിലവില്ലാത്ത. അതെങ്ങനെ അതൊക്കെ നമ്മുടെ നഷ്ടമായി പോയി. അത് സിംഗപ്പൂരിൽ പോയി ആ പ്രൊജക്റ്റ്. ചേട്ടന് എന്താ തോന്നുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗം? ആരോഗ്യം ചേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? നമ്മുടെ വിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് ഇവിടെയാണ് ചെയ്തത്. 2001 ഞാൻ ഇന്ത്യയിൽ നിന്ന് പോകുന്നത്. മാസ്റ്റേഴ്സ് ചെയ്ത് കാനഡയിലായിരുന്നു. ഇപ്പോൾ ഞാൻ US താമസിക്കുന്നത്. നമുക്ക് നല്ല ടാലൻറ്റഡായുള്ള ടീച്ചേഴ്സുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും പഴയ സിസ്റ്റത്തിലാണ് പോകുന്നത്. അപ്ഡേറ്റഡ് ആവണം, ഒരുപാട് അപ്ഡേറ്റ് ആവണം. ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ ഈ യൂട്യൂബിൽ നിന്നൊക്കെ പലതും പഠിച്ച് അവർ നന്നായിട്ട് AI ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ഒന്നുകൂടെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ, എസ്പെഷ്യലി കേരളത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സാണ്. ഈ ഹ്യൂമൻ റിസോഴ്സിനെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്നില്ല. ഇപ്പം തന്നെ ഈ AI കാലഘട്ടം. അപ്പോൾ ഈ ബയോമെഡിക്കൽ ഈ കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഇലാൻ മസ്ക് പറഞ്ഞത് വർക്ക് ഈസ് ഓപ്ഷണൽ എന്നാണ് പറഞ്ഞത്. അപ്പം ജോലി ചെയ്യേണ്ടാത്തൊരു സമയം വരും. ആ സമയത്ത് നമുക്ക് ചെയ്യാനൊക്കെ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ആഗ്രഹിക്കുന്നത് ഹെൽത്തി ആയിട്ട് ജീവിക്കണം. അപ്പോൾ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നതിനകത്ത് വരുന്നത് ഈ ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ജീൻ എഡിറ്റിങ് അല്ലെ ജീൻ മാപ്പിംഗ് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സാധ്യതകളുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ സിസ്റ്റത്തെ നമ്മുടെ പിള്ളേരെല്ലാം പുറത്തു പോയി പഠിക്കുക, അവരെ ഇവിടെ നിർത്തണം. ഇപ്പം നേരത്തെ ചോദിച്ചല്ലോ, ഈ നമുക്കൊരു ലോങ് ടേം വിഷനില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഞാൻ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ US കാനഡയിലൊക്കെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വന്നിട്ട് സ്റ്റാർബക്സിലാണ് ജോലി ചെയ്യുന്നത്, മക്ഡൊണാൾഡ്സ് ജോലി. അവരിവിടെ നിന്നിരുന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട്, പക്ഷേ അവർക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അവരവിടെ വന്ന് കഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിനൊരു റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടെങ്കിലേ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നിൽക്കാനോ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല, നമ്മളെന്ത് ചെയ്യും, അവരെ കുറ്റം പറയാനൊക്കത്തില്ല. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസ് അതെന്ന് പറയുന്നത് ഒന്നാമത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു കാലഹരണപ്പെട്ടതല്ല വേണ്ടത്. നമ്മളെപ്പോഴും
അല്പം ഇപ്പം തന്നെ അമേരിക്കൻ ഈ യൂണിവേഴ്സിറ്റികളിലെ മുസോളിനിയുടെ ഭരണപരിഷ്കാരവും ഇതൊക്കെയാ പഠിക്കുന്നത്, പിള്ളേരെ കൊണ്ട് കാണാൻ പഠിപ്പിച്ചെഴുതിക്കുന്നത്. ഞാൻ അമേരിക്കൻ സിസ്റ്റം വരട്ടെ. 12 ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന ഒരു കുട്ടി പ്ലംബിങ് പഠിക്കും, ഇലക്ട്രിസിറ്റി പഠിക്കും, പെയിൻറ്റിങ് പഠിക്കും, കാർപ്പൻറ്റിങ്, എല്ലാ പ്രൊഫഷനും പഠിച്ച ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും 12 കഴിഞ്ഞ് വെളിയോട്ട് ഇറങ്ങുന്നത്. ജസ്റ്റ് ഈ ക്ലാസ്സുകൾ മാത്രമല്ല, അവർ തന്നെ ജീവിക്കാനുള്ള എല്ലാ കഴിയും 12ാം ക്ലാസ് കൊണ്ട് തീരും. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഹയർ സ്റ്റഡിക്ക് പോകാം. തിയറി കട്ട് ചെയ്യുക, അതെ. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലോട്ട് അവരെ വിടുക. നേരത്തെ ഇപ്പം ഈ ഇലക്ട്രീഷ്യൻ, ഇപ്പം ഞാൻ ഇന്നൊരു ന്യൂസിൽ കണ്ടത്, ഒരു ഇലക്ട്രീഷ്യൻ്റെ സാലറി എന്ന് പറയുന്നത് 260, അതായത് $2,60,000 ആനുവൽ സാലറി ഒരു ഇലക്ട്രീഷ്യൻ്റെ. അപ്പോൾ ഒരുപാട് സാധ്യതകളാണ് നമുക്കുള്ളത്. ഇപ്പം ഡേറ്റാ സെൻറ്റേഴ്സ് വരുന്നുണ്ട്. നമ്മൾ ഇത്രയും പോപ്പുലേഷൻ, ഇത്രയും 130 കോടി ജനങ്ങളല്ലേ. അപ്പോൾ ഇത്രയും പോപ്പുലേഷന് നമുക്ക് ഒരുപാട് ഡേറ്റാ സെൻറ്റേഴ്സ് എല്ലാം ആവശ്യമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ മൂന്നാറിൽ, നമുക്ക് മൂന്നാറിൽ ഒരു ഡേറ്റാ സെൻറ്റർ വേണ്ടി അതിൻ്റെ ഗൂഗിളിൻ്റെ ചീഫായിട്ടിരിക്കുന്ന ഒരു മലയാളിയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാമായിരുന്നു. പക്ഷേ പുള്ളി പോയി ഹൈദരാബാദിലാണ് ചെയ്തത്. കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ നാളെ അടച്ചുവിടേണ്ടി. അതുകൊണ്ടാണ് പേടിച്ചവരാതെ. ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് പഠിക്കണം, അല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കണം, അതിന്റെ ഫീസ് എന്ന് പറയുന്നത് സാധാരണക്കാരന് അഫോർഡ് ചെയ്യുന്നതിനേക്കാൾ പൈസ കൂടുതലാണ്. പക്ഷേ ഈ ഒരു നഴ്സ് ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ, ഒരു എഞ്ചിനീയർ ഗ്രാജുവേറ്റ് ആയ ശമ്പളം എന്ന് പറയുന്നത് 15,000 രൂപയാണ്. എങ്ങനെ അവർ ജീവിച്ചു പോകുന്നതാണ് ഇന്നത്തെ കുട്ടികൾ ചിന്തിക്കുന്നത്. അതെ, ആ ലോൺ തിരിച്ചടയ്ക്കാൻ പോലും പറ്റത്തില്ല, അവർ പെട്ടുപോകും. ഇപ്പം തന്നെ ഈ എൻക്ലക്സ് പാസ്സായിട്ടാണ് നമ്മൾ നേഴ്സുമാർ ഒത്തിരി വരുന്നത്. അപ്പോൾ അവരൊരു മണിക്കൂറിൽ സാലറി എന്ന് പറയുന്നത് $50 തൊട്ട് തുടങ്ങും. അപ്പോൾ അവർ നോക്കുമ്പോൾ അവർ ഇവിടെ ഒരു മാസം ഉണ്ടാക്കുന്നത് അവർക്ക് ഒരാഴ്ച കൊണ്ടല്ലേ ഉണ്ടാക്കിയെടുക്കാൻ കിട്ടും, അല്ലെ ഒരു വിത്തിൻ ഫ്യൂ ഡേയ്സിൽ ചെയ്യാൻ നോക്കും. ഇതിനൊക്കെ ഒരു സമൂഹം ഒരു നല്ലൊരു ഒരു വിഷനറി വേണം നമുക്ക്. നമ്മളെല്ലാം ഈ കിറ്റ് കൊടുത്ത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാണ്, അന്നേരം ഒരു സന്തോഷം വരാൻ വേണ്ടി ഒരു കിറ്റ്. അപ്പോൾ അത് മാറിയിട്ട് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ ഇവിടെ എങ്ങനെ നിർത്താൻ നോക്കും. ഇപ്പം നമ്മൾ പോകുമ്പം കാണുന്ന ഒരു സങ്കടം എന്ന് പറയുന്നത്, പല വീട്ടിലും യങ്സ്റ്റേഴ്സ് ഇല്ല, കുഞ്ഞുങ്ങളില്ല, വൃദ്ധസദനങ്ങൾ എന്നൊക്കെ പണ്ട് പറയുമ്പോൾ അതിൻ്റെ ഭീകരത മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഇത് കാണുമ്പം സങ്കടം തോന്നും. അപ്പോൾ നമ്മൾക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. അത് അവരെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരുമ്പോൾ അവർക്ക് തോന്നണം, ഓക്കെ ഞാൻ എൻ്റെ നാട്ടിൽ വന്നു, എനിക്കിവിടെ സാധ്യതകളുണ്ട്. അതില്ലാത്തിടത്തോളം കാലം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ട ഒരു നല്ല സർക്കാർ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. ലോങ് തിങ്കിങ് വേണം. നമ്മളൊരു രാഷ്ട്രം, ഒരു ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ അടുത്ത 10 വർഷത്തേക്ക് 25 വർഷത്തേക്ക് എനിക്ക് ഈ രാജ്യത്ത് എന്ത് ചെയ്യാൻ പറ്റും. എറണാകുളത്തെ ഗാർബേജ് മാറ്റാൻ വേണ്ടിയേ ഒരു അമേരിക്കൻ കമ്പനി വന്നായിരുന്നു, വേസ്റ്റ് മാനേജ്മെൻറ്റ്. അവർ പറഞ്ഞു ഗാർബേജ് തന്നാൽ മതി, നിങ്ങൾക്ക് രൂപ തരാം. അങ്ങനെ ഒരു കമ്പനി അമേരിക്കയിൽ നിന്ന് വന്നായിരുന്നു. നമ്മുടെ നേതാവ് പറഞ്ഞതെന്നറിയാമോ, ഈ കാര്യം മന്ത്രിസഭയെ അവതരിപ്പിക്കാൻ 5 കോടി രൂപ. നമുക്ക് മറ്റേ പട്ടിണി ഇടുന്ന ടൈമിൽ ഫുഡ് ഒന്നുമില്ല, കുറെ അഴിമതി നടത്തിയെന്നും പറയുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടെ. എന്നാലും ബാക്കിയുള്ളവരൊന്നും തരാത്ത രീതിയിലല്ല മുപ്പരുടെ. കേന്ദ്രത്തിന്റെ ഫണ്ട് ഉണ്ട് അതില്, ശരിയാണ്. 70 രൂപയുടെ കിറ്റ് 700 രൂപയ്ക്ക് തന്നു നേരത്തെ ആ ചേട്ടൻ പറഞ്ഞേ. നീ കേട്ടില്ലേ? അതേട്ടൻ പറഞ്ഞ വേറെ കിറ്റ് അല്ലാണ്ടേ വേറൊന്നുമില്ല. ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാ? ആരാ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ്? രാഹുൽ ഗാന്ധി. എന്താണ് പുള്ളി ഇഷ്ടപ്പെട്ടെ? രാഹുൽ ഗാന്ധിയുടെ എന്താ ഇഷ്ടം? എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി? ഒരു യുവ നേതാവായതുകൊണ്ടാണോ? യൂത്ത് ആയതുകൊണ്ടാണ്. പക്ഷെ അത് കുറച്ച് വയസ്സുള്ള പുള്ളിക്കിട്ടോ, പെട്ടെന്നൊരു പേര് അതുകൊണ്ടങ്ങ് പറഞ്ഞു. അതാണ് ഒരു 5 രാഷ്ട്രീയക്കാരെ പറഞ്ഞ കേരളത്തില്. സ്വതവേ ഈ ജൻസികൾ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നു എന്നൊക്കെ ഒരു ചീത്തപ്പേരുണ്ട്, അത് മാറണ്ടേ? നരേന്ദ്രമോദി കേരളത്തിലാ? കേരളത്തിൽ 5 രാഷ്ട്രീയക്കാരിൽ ആദ്യത്തെ നരേന്ദ്രമോദി. ഉമ്മൻചാണ്ടി, മരിച്ചുപോയ പുള്ളി അറിഞ്ഞായിരുന്നോ? പിണറായി സർക്കാർ. ശരി, നാലാമത്തെ പിടിക്കാം. പറ, നാലാമത്തേത് പറ്റുമോ? MLA ആരാ? ഞങ്ങളടുത്ത് അടുത്തത് 5ാമത്തെ ആളും കൂടി, ഒരാളെ പറഞ്ഞാൽ KT ജലീൽ. സമാധാനം, നാട്ടുകാരനാ. എന്നിട്ട് ഇത്ര അവസാന പുള്ളിനെ പറയണേ. അങ്ങനെ മറക്കരുത് കേട്ടാ. നിങ്ങളൊക്കെ പിന്നെ നാട്ടുകാരാണോ? നിങ്ങളൊക്കെ മറക്കും, നോക്കിക്കോ. നിങ്ങളൊക്കെ രാഷ്ട്രീയം എങ്ങനെയാ? ഒന്നും പറയാ, പേടിക്കാം. എന്താ പറയാ, എയറിലാവും ചിലപ്പോ. കട്ടിയൊന്നും വരും. ഞങ്ങളുടെ മെയിൻ കണ്ടന്റ് UDF ആണ്. UDF ആരാ ഇഷ്ടം?
കട്ട് ചെയ്യണോ? ഇവരൊക്കെ കട്ട് ചെയ്യണോ? രാഹുൽ ഗാന്ധി ഫാൻസ് ആണ്. എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടം? പിന്നെ ഉമ്മൻചാണ്ടി ഇഷ്ടമാണ്. അല്ല, രാഹുൽ ഗാന്ധിന് എന്താ ഇഷ്ടം പറ. രാഹുൽ ഗാന്ധി നല്ലൊരു മനുഷ്യനാണ്. പുള്ളി മറ്റേ വ്ലോഗ് ചെയ്തത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതാണ്. എന്താ വെച്ചാലേ എല്ലാ ഫീൽഡിലുണ്ട് മൂപ്പരാള്. ഈ രാഹുൽ ഗാന്ധിയും ഗാന്ധിജിയും തമ്മിൽ എന്താ ബന്ധം? ഗാന്ധി കുടുംബാണ്. രാഹുൽ ഗാന്ധിയും ഗാന്ധിജിയും തമ്മില് ബന്ധമില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയാം. ഒരു പേര് മാത്രമേ ഉള്ളൂ, ഒരു പേര് ബന്ധമില്ല കേട്ടോ. ഞാൻ ആരോടും പറയരുത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആഭ്യന്തരമന്ത്രി ആരാ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി? ആഭ്യന്തര മീൻസ് ഹോം മിനിസ്റ്റർ. ആ, മുഖ്യമന്ത്രിനെ CM ചീഫ് മിനിസ്റ്റർ. നിങ്ങൾ യൂത്തിന് വേണ്ടിയിട്ട് പുതിയ സർക്കാർ എന്തൊക്കെ ചെയ്യണം അത് പറ. യൂത്തിന് വേണ്ടിട്ടോ? ആ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിലുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ട് പുതിയ സർക്കാർ പഞ്ചായത്തിലും ഗ്രൗണ്ട് ആണോ? ഗ്രൗണ്ട് വേണം, കളിക്കാൻ ഗ്രൗണ്ട് വേണം. കേൾക്കണം കേട്ടോ. അടുത്തത് പിന്നെന്താ മോഡിഫിക്കേഷൻ ലീഗലാക്കണം. മോഡിഫിക്കേഷൻ ലീഗലാക്കണം. പിന്നെ നമ്മളെ നാട്ടിൽ വെച്ചാല് സാലറി ഭയങ്കര മോശമാണ്. അത് പരിഗണിക്കണം. അതാണ് ഞങ്ങളൊക്കെ നാട്ടിൽ പുറത്തു പോകുന്നത്. അതാണ് കുട്ടികൾ പറയുന്നത് സർക്കാർ കേൾക്കണം അല്ലെ? ആരായാലും കേൾക്കണം. നിങ്ങൾക്ക് എന്താ പറയുക? എന്ത് മാറ്റം വേണം? അവൻ പറഞ്ഞ മോഡിഫിക്കേഷൻ ലീഗലാക്കണം, നല്ല സാലറി വേണം, കളിക്കാൻ ഗ്രൗണ്ട് വേണം. 15,000 രൂപ സാലറി പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങളമാർക്കുള്ള വളർന്നു വരുന്ന പുരുഷന്മാരല്ലേ, എല്ലാം പ്രോത്സാഹിപ്പിക്കണം. ഏതൊക്കെ രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം? നമ്മള് ഈ വണ്ടികളായിട്ട് നമ്മളെ ഇഷ്ടത്തില് നമ്മള് ഓരോ ചെയ്യുന്നുണ്ട്. ഓവർ സ്പീഡല്ല, അതൊക്കെ അങ്ങനല്ല. നമ്മളിപ്പോ നമ്മൾ കാർ എടുത്തു കഴിഞ്ഞാലും മോഡിഫിക്കേഷൻ ചെയ്തിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പം അതിന് ഫൈന് അങ്ങനെയൊക്കെ അടിച്ചിട്ട് അതൊക്കെ കുറച്ചൊക്കെ നമുക്ക് വിട്ടു തരണം. കുറച്ചൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യാൻ സമ്മതിക്കണം. സർക്കാർ കേൾക്കണം കേട്ടോ. നമുക്ക് പറയാം എന്തായാലും. അത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാൻ. നീ പറഞ്ഞു കാര്യം പറയണ്ടോ? അപ്പൊ ഇതൊക്കെയാണ് ഈ ജനറേഷനിലുള്ള പിള്ളേരുടെ ആവശ്യം. അപ്പൊ അടുത്തത് ഏത് സർക്കാർ വന്നാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കണം. ഹർഷ ചേച്ചിയാണ്. ചേട്ടാ, ഇത് ഹൈജീനിക് ആണോ? ഇത് കഴിച്ചാ വല്ലതും ജനങ്ങൾ മൊത്തത്തിൽ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഒരു മാറ്റം. അതുകൊണ്ടാണ് അത് ലാഭമാണോ നഷ്ടമാണെന്നുള്ളതൊന്നും ജനങ്ങൾ നോക്കുന്നില്ല. പക്ഷെ ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ മോശമായിട്ടായിരിക്കും അടുത്ത ഭരണം ഇവിടെ എന്തായാലും UDF കൊണ്ടുവരാം. കാരണം അവർക്ക് ഇപ്പോഴും ഒരാളെ പറയാൻ കഴിയുന്നില്ല മുഖ്യമന്ത്രി സ്ഥാനത്ത്. പറയാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ നിലയ്ക്ക് എന്തായാലും ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇവർക്ക് ഒരാൾ പിണറായി എന്ന് പറയാനുണ്ട്, അവൾക്ക് VD സതീശനാണ്, പല നേതാക്കന്മാരുണ്ട്. ആരെ കൊണ്ടുവരും? പ്രയാസം തന്നെ. അതുകൊണ്ട് ഇനിയും ഇടതുപക്ഷം വരുമെന്നാണോ? അത് പ്രയാസം തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ് ഒരു മാറ്റം. അത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് പിന്നീടുള്ള കാര്യം. പാട്ടൊക്കെ വെച്ചിട്ടുണ്ടാകും. കേരളം ആര് ഭരിക്കണം എന്ന് ആഗ്രഹം? മാറ്റങ്ങൾ ഉണ്ടാവണം. മാറ്റങ്ങൾ എന്തായാലും വേണം. തുടർച്ചയായ ഭരണത്തിൽ നിന്ന് മാറ്റങ്ങൾ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. BJP വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? BJP വരട്ടെ, അവർക്ക് ആളുകൾ സ്വീകരിക്കണേ, അവർ വരട്ടെ. ഇപ്പൊ നമുക്കറിയാലോ കോൺഗ്രസിലാകെ ഭരണത്തിനോട് യോജിപ്പില്ല. ഏതായാലും മാറ്റം മാറി വരണം. അങ്ങനെയാണ് സാധാരണ കേരളത്തിൽ കണ്ടിട്ടുള്ള ഒരു രീതി. അതാണല്ലോ LDF UDF മാറ്റങ്ങളാണല്ലോ. तुम लोग मोदी के बारे में प्राउड है? मोदी के बारे में हमको सबको ये ऑल इंडियंस आर प्राउड. Like he is from Gujarat, no? So how do you feel about that? All Indians are proud. Like he has made India a great nation. He has made your value, people's value. It is India's value, not Modi's value. Indians are respected everywhere in the world. Modi was a CM in Gujarat. How was his performance over there? Beautiful. How did he change Gujarat? What all changes did he make? Hard work, passion. You have already seen he has not taken a single leave for how many years? More than 20-25 years. Did you see any political leader in the world No. Without taking leave? Are you without taking leave working? Never. That's what that you have to understand. സ്വയം വിലയിരുത്താൻ തയ്യാറാകുന്ന ഒരു പാർട്ടിയാണ് CPM അല്ലേ? അതിനെ പാർട്ടിക്കുള്ളിൽ സ്വയം പാർട്ടിയെ വിമർശിക്കാൻ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി മാറ്റണമെന്ന് തോന്നുന്ന രണ്ട് കാര്യം പറഞ്ഞേ. പാർട്ടി മാറ്റണം.
പാർട്ടിന്റെ ഇപ്പത്തെ നിലപാടിൽ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. സൂപ്പറാണ്. ഇപ്പൊ അതിലെ കമന്റ് ഒരു അടിമയാന്നൊക്കെ പോയിക്കോട്ടെ, അടിമയാണ്. ഇനിയിപ്പോ ചോദിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ പറ. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, നാട് മാറണം, വികസനം വരണം. ഇപ്പോഴുള്ള സർക്കാരിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നല്ല രീതിയിൽ അഴിമതി ഉണ്ട്. ഒരു പ്രൊജക്റ്റ് പോലും കംപ്ലീറ്റ് ആക്കില്ല. പിന്നെ വേണ്ട പോലെ പൈസ വാങ്ങിക്കുന്നുണ്ട്, അതൊന്നും തിരിച്ചു കൊടുക്കണില്ല. 10 ലക്ഷം കോടി കടമായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു സർക്കാർ ഇനി വരുമെന്നുള്ള കാര്യം ഉറപ്പില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ഇന്നത്തെ തലമുറയൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിലോ എല്ലാവരും അതിനെ കുറിച്ച് അറിഞ്ഞിരിക്കാനൊക്കെ ശ്രമിക്കുന്നവരാട്ടോ. കൊച്ചുകുട്ടികൾ മുതൽ ബേസിക് കാര്യങ്ങൾ 1-2 കാര്യങ്ങളെങ്കിലുമൊക്കെ അറിയുന്നവരാണ്. ഇനി എന്താ കോഴിക്കോടിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ കൃത്യമായ ഉത്തരങ്ങൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് അന്വേഷിച്ച് നോക്കാം. അപ്പൊ ഇതൊക്കെയാണ് കോഴിക്കോടിന്റെ വിശേഷങ്ങള്. ആലോചിച്ച ഓരോരുത്തർ ഓരോ വൈബുള്ള മനുഷ്യരല്ലേ? വൈബാണ്, ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയ പാർട്ടികളാണ്, പക്ഷെ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരറിയും. അതെ, മുഖ്യമന്ത്രി ആരാന്ന് പോലും അറിയാത്തവരെ നമുക്കിവിടെ കാണാം. നരേന്ദ്രമോദി കേരളത്തിലെ നേതാവാണെന്ന് പറഞ്ഞ മഹാനെ കണ്ട്. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഒരു കോഴിക്കോട് ട്രെൻഡ്. പിന്നെ കോഴിക്കോട് ബീച്ച് വരുമ്പോൾ നമുക്കറിയാം ഉപ്പിലിട്ടതും ഐസ്വരത്തെയും കഴിക്കാതെ മറ്റൊരു കാര്യമില്ല. അപ്പൊ അത് കഴിച്ചുകൊണ്ട് നമുക്ക് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം, അല്ലേ ചേട്ടൻ? 2 ഐസ്വരത്തി. നിങ്ങൾക്കൊക്കെ BJPയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എങ്ങനെയാ? നമ്മളെ ഭാഗത്തൊക്കെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് BJP. അവിടെ പേപ്പറുവാദം അധികം BJP തന്നെയാണ് ജയിക്കലും. നമ്മള് BJP ജയിച്ചു വരണം എന്നുള്ള പ്രാർത്ഥനയായിട്ട് നടക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരെന്താ? ശിവൻകുട്ടി. എന്താ വിദ്യാഭ്യാസ മന്ത്രിക്ക് 10-ൽ എത്ര മാർക്ക് കൊടുക്കും? 10-ൽ 4 മാർക്ക്. 4 മാർക്ക്? എന്താ 4 മാർക്ക്? ബുക്ക് മാറ്റിയോണ്ട് 2 പോയി. കുറച്ച് കഷ്ടപ്പാട്. എന്താ ബുക്ക് മാറ്റിയാൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താ? ഒരുപാടുണ്ട് പഠിക്കാൻ, കട്ടിണ്ട്. ഭയങ്കര ടഫാ ഈ കൊല്ലം. സോഷ്യലി ഈ കൊല്ലം കുട്ടികൾക്ക് അത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അടുത്ത കൊല്ലാണ് 25% കുറയ്ക്കുന്നത്.